ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, പരിശുദ്ധ ത്രിത്വത്തിൽ അധിഷ്ഠിതമായ വചനാധിഷ്ഠിതവും ആരാധനക്രമപരവും പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതവുമായ ഇവാനിയൻ മിസ്റ്റിക്കൽ ധ്യാനം മനുഷ്യഹൃദയങ്ങളെ ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കാൻ കഴിവുള്ള ഒന്നാണ്. ധ്യാനപൂർവം വചനം ഉൾക്കൊണ്ടനുഭവിച്ച് സജീവമായ ആരാധന അനുഭവത്തിലൂടെ യേശുവുമായുള്ള കണ്ടുമുട്ടലിൻ്റെ അനുഭവത്തിലേക്ക് വളരുമ്പോൾ ഹൃദയം ദൈവസ്നേഹത്താൽ ജ്വലിക്കും. ധ്യാനത്തിലൂടെ ഈ അനുഭവത്തിലേക്ക് വളരുന്നതിന് ഒന്നാമതായി കൊച്ചു സാമുവേലിനെ പോലെ കർത്താവെ അരുളി ചെയ്താലും ദാസനിത ശ്രവിക്കുന്നു എന്ന പ്രാർത്ഥനയോടെ ബഥനിയിലെ മറിയത്തെപ്പോലെ ഏകാഗ്രചിത്തരായി പരിശുദ്ധ അമ്മയെപ്പോലെ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന സമർപ്പണത്തോടെ ശ്രദ്ധയോടും ഭക്തിയോടും കൂടെ തിരുവചനം വായിച്ചു പഠിച്ച് പ്രാർത്ഥനാപൂർവം കർത്താവിനോട് ആലോചിച്ച് പരിചിന്തനം ചെയ്യുക. ദൈവസാമീപ്യവും സംസർഗവും അനുഭവിച്ച് ജോലികൾക്കിടയിലും മറ്റും കർത്താവുമായുള്ള സ്നേഹസല്ലാപത്തോടും ഹൃദയപൂർവമായ നിരന്തര പ്രാർത്ഥനയോടും ദൈവാത്മപ്രേരിതമായ പ്രാർത്ഥനകളോടും കൂടെ തിരുമുമ്പിൽ വ്യാപരിച്ച് വചന സന്ദേശങ്ങൾ കുറിച്ചു വയ്ക്കുക. രണ്ടാമതായി, പരിശുദ്ധ അമ്മയെപ്പോലെ അവ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിധി പോലെ സൂക്ഷിച്ച് നിരന്തരം ധ്യാനിക്കുക. ഇപ്രകാരമുള്ള നിരന്തര ധ്യാനത്തോടെ പരിശുദ്ധ കുർബാനയിലും അനുദിന കർമ്മങ്ങളിലും പങ്കുചേരുക. തിരുവചനത്തിലൂടെ വെളിപ്പെടുന്ന ദൈവത്തെയും വചന സന്ദേശങ്ങളും ഉൾക്കൊള്ളാൻ പ്രാർത്ഥനാപൂർവം പരിശ്രമിക്കുക. ശരിയായ വചന വിചിന്തനവും ഹൃദയപൂർവമായ പ്രാർത്ഥനയും നമ്മെ വിശുദ്ധീകരിച്ച് ഹൃദയത്തിൽ ദൈവസ്നേഹം ഉണർത്തും. അപ്പോൾ കർത്താവുമായുള്ള സ്നേഹസല്ലാപത്തിലേക്കും നന്ദിയുടെയും സ്തുതിയുടെയും അനുതാപത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും അപേക്ഷയുടേതുമായ ഹൃദയപൂർവമായ പ്രാർത്ഥനകളിലേക്കും ദൈവം നമ്മെ നയിക്കും. ചിലപ്പോൾ ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തിനു വേണ്ടിയുള്ള ദാഹവും നമ്മുടെ ഉള്ളിൽ നിറയുകയും ദൈവാത്മപ്രേരിതമായ പ്രാർത്ഥനകൾ ഉള്ളിൽ നിന്ന് ഉയരുകയും ചെയ്യും. അപ്പോൾ ധ്യാന സമയത്ത് നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും കർത്താവിലും വചന സന്ദേശങ്ങളിലും പതിപ്പിച്ചുകൊണ്ട് നാം തൃപ്പാദത്തിൽ ഇരുന്നു പോകുന്ന അനുഭവമുണ്ടാകും. ചിലപ്പോൾ ബന്ധപ്പെട്ട മറ്റു വചനഭാഗങ്ങളും മനസ്സിൽ വന്ന് നിറയും. ദൈവനിവേശിതമായ ഉൾക്കാഴ്ചകൾ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ചിന്തയും സ്നേഹസല്ലാപവും കുറഞ്ഞ് ഹൃദയം മൗനമാവുകയും അങ്ങനെ തൃപ്പാദത്തിൽ ഇരിക്കുമ്പോൾ ദൈവസാമീപ്യം കൂടുതൽ അനുഭവപ്പെടുകയും ഏകാഗ്രമായി തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാൻ സാധിക്കുകയും ചെയ്യും. വിഷയം എന്നും മാറാതെ ഒരേ വിഷയം പല ദിവസം ധ്യാനിച്ചാൽ ധ്യാനത്തിൽ പെട്ടെന്ന് വളരാൻ സാധിക്കും. സർവശക്തൻ നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. ആമേൻ.